2014 നവംബർ 25 ഓസ്ട്രേലിയ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ട് ഷെഫീൽഡ് ഷീൽഡ് ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ്. ഷോർട്ട് ബോൾ ദൗർബല്യമായ ബാറ്ററുടെ വിക്കറ്റ് വീഴ്ത്താൻ സൗത്ത് വെയിൽസ് ടീമിന്റെ ബോളർ സീൻ അബോട്ടിന്റെ ഒരു പെർഫ്യൂം ബോൾ ഫേസ് ചെയ്യുന്നത് സൗത്ത് ഓസ്ട്രേലിയ ഓപ്പണർ ലെഫ്റ്റ് ഹാൻഡഡ് ഫിൽ ഹ്യൂഗ്സ്. ബോൾ ചെവിയുടെ പിന്നിൽ ഹെൽമെറ്റിന്റെ സുരക്ഷയില്ലാത്ത ഭാഗത്ത് കൊണ്ട് ഒന്ന് തിരിഞ്ഞതിനു ശേഷം ഹ്യൂഗ്സ് തളർന്നു വീണു. 2 ദിവസം ഗുരുതരമായി ഹോസ്പിറ്റലിൽ. നവംബർ 27 ഫിൽ ഹ്യൂഗ്സ് ലോകത്തോട് വിട പറഞ്ഞു. മരണകാരണം ബ്രെയിൻ ഹെമറേജ്. 3 ദിവസത്തിനപ്പുറം അയാളുടെ 26ാം ജന്മദിനമായിരുന്നു. ഒരു ഹൂക്ക് ഷോട്ട് കളിക്കാൻ ശ്രമിച്ച ഹ്യൂഗ്സിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന്റെ നെടുന്തൂണായി, ലോകം കണ്ട മികച്ച ക്രിക്കറ്റർമാരിൽ ഒരാളായി ഇന്ന് ഹ്യൂഗ്സ് നമുക്കൊപ്പം ഉണ്ടാകുമായിരുന്നു. സ്പോർട്സ് ചരിത്രത്തിലെ ആ കറുത്ത ദിനത്തിന് ഇന്ന് 10 വർഷം തികയുകയാണ്. പരിക്ക് പറ്റി കളി അവസാനിപ്പിച്ച് പോകുമ്പോൾ 63 റൺസ് റിട്ടയർഡ് ഹേർട്ട് എന്നുള്ളത് 63 റൺസ് നോട്ട് ഔട്ട് എന്ന് ക്രിക്കറ്റ് ലോകം മാറ്റി. ഹ്യൂഗ്സിന്റെ നമ്പറായിരുന്ന 64 പിന്നീട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ആർക്കും നൽകിയിട്ടില്ല. കളിച്ച ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടിയ ആദ്യ ഓസ്ട്രേലിയൻ ക്രിക്കറ്ററായിരുന്നു ഫിലിപ്പ് ഹ്യൂഗ്സ്. തന്റെ 2ാം ടെസ്റ്റിലെ 2 ഇന്നിംഗ്സിലും ഹ്യൂഗ്സ് സെഞ്ചുറി നേടി. അങ്ങനെ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയായിരുന്നു ഫിലിപ്പ് ഹ്യൂഗ്സ്. ക്രിക്കറ്റ് ലോകത്ത് പരിക്കുകൾ സാധാരണമായിരുന്നുവെങ്കിലും ഒരാളുടെ മരണത്തിന് കാരണമാകുന്ന രീതിയിലുള്ള പരിക്ക് അന്ന് ആദ്യമായിരുന്നു. എന്താണ് പെർഫ്യൂം ബോളുകൾ? ഓവർ ബൗൺസറുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബോളർ ബോൾ ബൗൺസ് ചെയ്യിക്കുമ്പോൾ പേസ് കൂടി ബാറ്ററുടെ തോൾപ്പൊക്കത്തിനപ്പുറം മുഖത്തിന് മുന്നിൽ കൂടി പോകുന്ന ബോളുകളെയാണ് പെർഫ്യൂം ബോളുകൾ എന്ന് പറയുന്നത്. ബാറ്റർക്ക് ഈ ബോളുകളെ സ്മെൽ ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നാണ് പെർഫ്യൂം ബോളുകൾ എന്ന പേര് വരുന്നത് വരെ. 90-2000 കാലഘട്ടങ്ങളിൽ ബ്രെറ്റ് ലീ, ഷോയബ് അക്തർ, മിച്ചൽ ജോൺസൺ, ഷോൺ ടൈറ്റ് തുടങ്ങിയ താരങ്ങളാണ് ഈ പെർഫ്യൂം ബോളുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. ബാറ്റർമാരെ പേടിപ്പിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഒരു ബോൾ ഏത് രീതിയിലും ഹിറ്റ് ചെയ്യാനുള്ള അവകാശം ബാറ്റർക്ക് ഉണ്ടായിരിക്കെ തന്നെ ബോൾ ഏത് രീതിയിലും ഏത് വേഗതയിലും എറിയാനുള്ള അധികാരവും ഒരു ബോളർക്കുണ്ട്. എന്നാൽ ബൗൺസറുകളുടെ എണ്ണം ഇപ്പോൾ ഒരു ഓവറിൽ 2 എന്ന നിലയിൽ നിജപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴും പരിക്ക് പറ്റാനുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഫിൽ ഹ്യൂഗ്സിന്റെ മരണത്തിന് ശേഷമാണ് അതീവ സുരക്ഷയുള്ള ഹെൽമറ്റുകളും മറ്റ് ക്രിക്കറ്റ് ഗിയറുകളും വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയത്. ബ്രെറ്റ് ലീ, ഷോയബ് അക്തർ തുടങ്ങിയ താരങ്ങളുടെ ബോളുകളേറ്റാണ് ഈ ഓവർ ബൗൺസറുകൾ വഴി ഏറ്റവും കൂടുതൽ പരിക്കുകൾ ക്രിക്കറ്റർമാർക്ക് പറ്റിയിട്ടുള്ളത്. എന്നാൽ ഈ പരിക്കുകൾ ഒന്നും തന്നെ ഗുരുതരമായിരുന്നില്ല. ഫിൽ ഹ്യൂഗ്സിന്റെ മരണത്തിന് കാരണമായ ബോളർ സീൻ അബോട്ടിന്റെ അവസ്ഥ അതിനുശേഷം വളരെ ദയനീയമായിരുന്നു. വളരെ വലിയൊരു വിഷാദത്തിലേക്ക് അയാൾ വഴുതി വീഴുകയുണ്ടായി. എന്നാൽ ക്രിക്കറ്റ് ലോകം അയാൾക്കൊപ്പം നിന്നു, അയാൾക്ക് ആശ്വാസം പകർന്നു. പര്യടനത്തിനായി ഓസ്ട്രേലിയയിലെത്തിയ വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഹ്യൂഗ്സിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തതും ക്രിക്കറ്റ് ലോകത്തെ വലിയൊരു മാതൃകയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഡേവിഡ് വാർണറും മൈക്കിൾ ക്ലാർക്കുമായിരുന്നു ഫിൽ ഹ്യൂഗ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ. ഹ്യൂഗ്സിന്റെ മരണത്തിനു ശേഷം സിഡ്നി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ആദ്യമായി 63 റൺസ് നേടിയപ്പോൾ ഡേവിഡ് വാർണർ ഹ്യൂഗ്സ് വീണു കിടന്നയിടത്ത് ചുംബിച്ചതും ക്രിക്കറ്റ് ലോകത്ത് എന്നും മറക്കാൻ പറ്റാത്ത വേദന നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. ഫിൽ ഹ്യൂഗ്സിന്റെ ശവമഞ്ചം ചുമക്കുന്ന ക്യാപ്റ്റൻ മൈക്കിൾ ക്ലാർക്ക് അടക്കമുള്ള ഓസ്ട്രേലിയൻ താരങ്ങളുടെ ചിത്രം ലോകത്ത് എന്നും ഒരു തീരാമുറിവാണ്. ഹ്യൂഗ്സിന്റെ മരണത്തിന് ശേഷം കൂട്ടുകാരൻ ക്ലാർക്ക് ഇങ്ങനെയാണ് പറഞ്ഞത്: ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ ഒരു നീറ്റലായി തീരാമുറിവായി ഹ്യൂഗ്സ് എന്നും ഉണ്ടാകും. അത് അങ്ങനെ തന്നെയായിരിക്കുകയും ചെയ്യും ക്രിക്കറ്റ് ഉള്ളിടത്തോളം കാലം.